നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ വാഗമണിലെ കുരിശുമലയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ വാഗമണിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ വാഗമണിലെ കുരിശുമല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ആ ഒരു കുരിശുമലയുടെ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ വാഗമൺ എത്തുന്നതിന് മുമ്പായിട്ട് വഴിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുരിശുമലയിൽ നമുക്ക് എത്താൻ പറ്റും. വാഗമണിലെ ആ ഒരു സഖ്യപർവ്വത നിരകളിലാണ് നമ്മുടെ ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു ആശ്രമമാണ് നമ്മുടെ ഈ കുരിശുമല എന്ന് പറയുന്നത്. 1956 തിരുവല്ലയിലെ ആ ഒരു ബിഷപ്പായിരുന്ന സെക്കറിയ മാർ അത്താനാസ്യോസ് ബെൽജിയത്തിൽ സന്ദർശനത്തിന് പോയപ്പോഴത്തേക്കിന് അവിടുത്തെ ഒരു സ്കോർ മൗണ്ട് അബിയിൽ നിന്നുള്ള ഒരു ഫ്രാൻസിസ് സന്യാസിയായ ഫ്രാൻസിസ് മഹിയുവിനെ അദ്ദേഹം കേരളത്തിലേക്ക് ആശ്രമം സ്ഥാപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയും തുടർന്ന് അദ്ദേഹം കേരളത്തിൽ വരികയും ഫ്രാൻസിസ് മഹിയുവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സന്യാസിയായ ഗ്രാഫിത്തും കൂടെ ചേർന്നിട്ട് പർവ്വത നിരകളിലേക്ക് യാത്ര ചെയ്ത് 1958 മാർച്ച് 21 സ്ഥാപിച്ച ഒരു ആശ്രമമാണ് നമ്മുടെ ഈ കുരിശുമല എന്ന് പറയുന്നത്. ഇവിടെ അവർ ആശ്രമം സ്ഥാപിക്കുകയും ജേഴ്സിയിൽ നിന്ന് കന്നുകാലികളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഡയറി ഫാമൊക്കെ അവർ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതാ ഈ ഒരു കുരിശുമലയിലോട്ട് നമ്മളിങ്ങനെ കയറി പോകുമ്പം കാണുന്ന ഒരു വഴികളൊക്കെ ഭയങ്കര ഇങ്ങനെ കുന്നുകളും പാറകളും ഒക്കെയാണ്. അപ്പം അതിലൂടെയൊക്കെ കയറി പോകുന്നത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള നമ്മൾ ഈ കാണുന്ന പോലുള്ള നല്ല നല്ല ഒരു വാഗമണിൻ്റെ ആ ഒരു സൗന്ദര്യം മൊത്തം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. യേശുവിൻ്റെ ആ ഒരു കുരിശു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന 14 സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വാഗമണിലെ ആ ഒരു കാഴ്ചകളിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് നമ്മുടെ ഈ കുരിശുമല എന്ന് പറയുന്നത്. ഏതാണ്ട് 1/2 നൂറ്റാണ്ടിലേറെയായിട്ട് വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട ഒരു ഇഷ്ട സ്ഥലമാണ് നമ്മുടെ ഈ വാഗമൺ എന്ന് പറയുന്നത്. വലിയ നോയമ്പ് കാലത്ത് ഇവിടെ വിശ്വാസികളെ കൊണ്ട് നിറയുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്ന് നോമ്പ് കാലത്ത് കുരിശിൻ്റെ വഴിയുമായിട്ടൊക്കെ തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട്. അങ്ങനെ നമ്മൾ ആ കുന്നുകളും ഒക്കെ താണ്ടി നമ്മൾ ആ ഒരു കുരിശുമലയുടെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു കിണർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ക്ഷീണിച്ച് തളർന്നിങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു കിണറ്റിൽ നിന്ന് ആ ഒരു തണുത്ത വെള്ളം കോരി കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കിണറ്റിലെ വെള്ളമൊക്കെ കോരി കുടിച്ചിട്ട് തന്നെ നമ്മൾ ആ കുരിശുമലയുടെ ആ ഒരു പള്ളി ഇവിടെയാണ് ഈ ഒരു കയറ്റമൊക്കെ കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് നമ്മൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു വാഗമണിൻ്റെ ആ ഒരു സൗന്ദര്യം മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. രാവിലെ 10 മണിക്കാണ് ആ ഒരു പള്ളി തുറക്കുന്നത്. ഇവിടുത്തെ ആ ഒരു പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇവിടുത്തെ ആ ഒരു പ്രവേശന സമയം എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. നമ്മൾ ഈ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ആ ഒരു വാഗമണിൻ്റെ ആ ഒരു സൗന്ദര്യം മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഇങ്ങനെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ വലിയ വലിയ മരക്കുരിശുകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് ഇടയായി. ഇതെന്ന് പറയുന്നത് വലിയ നോയമ്പ് കാലത്ത് ഇവിടുത്തെ ആ ഒരു ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്നൊക്കെ ഈ കുരിശിൻ്റെ വഴിയായിട്ടൊക്കെ വരുന്ന ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ആ ഒരു കുരിശുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഒരു 10 മണിയായപ്പോഴത്തേക്കിനും ഇവിടുത്തെ പള്ളിയൊക്കെ തുറക്കുകയുണ്ടായി. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ കയറി ആ ഒരു അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നമ്മൾ ആ ഒരു പള്ളിയിലൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. വലിയ നോയമ്പ് കാലത്തെ ആ ഒരു വലിയ വെള്ളിയാഴ്ചയും പുതു ഞായറാഴ്ചയൊക്കെയാണ് ഈ ഒരു പള്ളിയിലൊക്കെ ധാരാളം ആൾക്കാർ എത്തുന്നത്. ഏകദേശം ആ ഒരു 12ഓളം കുന്നുകളിൽ ചേരുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ കുരിശുമല എന്ന് പറയുന്നത്. ഈ കുരിശുമലയ്ക്ക് അടുത്തായിട്ട് തന്നെ ഈ തങ്ങൽപ്പാറ, മുരുകമല എന്നൊക്കെ പറയുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ വേറെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ മലനിരകളും കുന്നുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ വാഗമണിലെ കുരിശുമല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കുരിശുമലയിൽ വന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.